ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി 25, 2026 നടന്ന സിവിൽ എക്സൈസ് ഓഫീസ് ഡ്രൈവറുടെ കേരള PC എക്സാമിൻ്റെ മാത്സ് ചോദ്യങ്ങളാണ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഒരാൾ തൻ്റെ സമ്പാദ്യത്തിൻ്റെ 50% മകനും 32% മകൾക്കും നൽകി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ 54,000 രൂപ ബാക്കിയുണ്ടെങ്കിൽ മകന് കൊടുത്ത സംഖ്യ എത്ര? ഒരാളുടെ സമ്പാദ്യം P എന്ന് വിചാരിക്കുക, അതാണ് അതിൻ്റെ 100%. ഇതിൽ നിന്നും 50% മകനും 32% മകൾക്കും കൊടുത്തു. സോ ടോട്ടൽ അയാൾ 82% മക്കൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു. ബാക്കി എത്ര ശതമാനമായിട്ട് കയ്യിലിരിപ്പുണ്ട്? 100-ൽ നിന്ന് 82 കുറച്ച് കഴിഞ്ഞാൽ 18%. അതായത് പിയുടെ 18% മാത്രമേ അയാളുടെ കയ്യിലുള്ളൂ. ഇതെത്രയാണെന്ന് തന്നിട്ടുണ്ട്? 54,000 രൂപ. അതായത് പി എന്ന് പറയുന്നത് 54,000 ഗുണിക്കണം 100/18. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മകന് കൊടുത്ത സംഖ്യ. മകൻ എത്ര കൊടുത്തു? 50% അല്ലേ? അതായത് 50%, പിയുടെ 50%, അതായത് 50/100 ഓഫ് പി എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്. സോ ഇത് 54,000 ഇൻറ്റു 100/18 എന്ന് വരും. 100-ഉം പോയി, ഈ 18 ഇതിനകത്ത് 3 പ്രാവശ്യം പോയി, ബാക്കി വരിക 3 × 5 15-ഉം പിന്നെ 4 0. ആൻസർ വരിക 1,50,000 രൂപ. ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 30 പുരുഷന്മാർക്ക് 24 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കാൻ കഴിയും എങ്കിൽ 120 ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കാൻ എത്ര പുരുഷന്മാർ ആവശ്യമാണ്? നോക്കിക്കേ, 30 പുരുഷന്മാർ 30 പുരുഷന്മാർ 24 ദിവസം കൊണ്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 120 ദിവസം കൊണ്ട് ചെയ്യാൻ എത്ര പുരുഷന്മാർ ആവശ്യമാണ്? എന്തായാലും 30-നേക്കാൾ കുറച്ച് ആൾക്കാർ മതിയാവുമല്ലോ. ദിവസത്തിൻ്റെ എണ്ണം കൂടുകയല്ലേ ചെയ്യുന്നത്, അപ്പോൾ ആൾക്കാരുടെ എണ്ണം കുറച്ച് മതി. സോ നമുക്കിതിൻ്റെ ഇക്വേഷൻ അറിയാം. M1 D1 = M2 D2, ഒരേ ജോലി ചെയ്യാനാണെങ്കിൽ. സോ ഇത് കണ്ടുപിടിക്കണം. ഇത് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, അതായത് 30 × 24 = x × 120. സോ എക്സ് എന്ന് പറയുന്നത് 30 × 24 / 120 എന്ന് വരും. ഈ 0 പോയി, ഇത് 3 4 പ്രാവശ്യം, 4 ഇതിനകത്ത് 6 പ്രാവശ്യം. സോ 6 എണ്ണം, 6 ആൾക്കാർ മതി നമുക്ക്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. അടുത്ത ചോദ്യം, ഒരു വ്യക്തി 15 മണിക്കൂർ സഞ്ചരിക്കുന്നു. ആദ്യ പകുതി മണിക്കൂറിൽ 21 കിലോമീറ്ററും മറ്റേ പകുതി മണിക്കൂറിൽ 24 കിലോമീറ്ററിലും സഞ്ചരിച്ച ദൂരം കണ്ടെത്തുക. അതായത് ഒരു വ്യക്തിയുണ്ട്, അയാൾ 15 മണിക്കൂറാണ് സഞ്ചരിക്കുന്നത്. ആദ്യ പകുതി, ഈ ഡിസ്റ്റൻസിൻ്റെ ആദ്യ പകുതി മണിക്കൂറിൽ 21 കിലോമീറ്ററും 21 km/h സഞ്ചരിക്കുന്നത്. മറ്റേ പകുതി മണിക്കൂറിൽ 24 km/h. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ടോട്ടൽ ടൈം എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 15 മണിക്കൂറാണ്. സോ ആദ്യ പകുതി എന്ന് പറയുമ്പോൾ നമുക്കിത് വേണമെങ്കിൽ എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതും എക്സ് ആയിട്ട് ആയിരിക്കും അല്ലേ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ എക്സ് പ്ലസ് എക്സ്, അതായത് 2x എത്രയാണെന്നാണ്. അതല്ലേ നമ്മളുടെ ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലേ? ടോട്ടൽ ടൈം നമുക്കറിയാമല്ലോ. എത്രയാണ് ടോട്ടൽ ടൈം? ടി എന്ന് പറയുന്നത് 15 മണിക്കൂറാണ്. അതായത് ആദ്യത്തെ പകുതി ദൂരം സഞ്ചരിക്കാൻ എടുത്ത സമയമായ T1-ഉം രണ്ടാമത്തെ പകുതി ദൂരം സഞ്ചരിക്കാൻ എടുത്ത സമയമായ T2-ഉം കൂടി ചേർക്കാം. നമ്മൾക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സോ ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണ്. അപ്പോൾ T1 ആവുമ്പോൾ അത് D1/V1 എന്നും T2 ആവുമ്പോൾ അത് D2/V2 എന്നും വരും. ഇവിടെ ആദ്യ പകുതിയാണ് അല്ലേ? രണ്ടും എക്സ് തന്നെയാണ്. സോ ഈ ഡിസ്റ്റൻസ് രണ്ടും എക്സ് ആണ്. സോ T1 + T2 എന്ന് പറയുന്നത് x/V1 + x/V2 എന്ന് പറയും. സോ നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കാൻ ഈസി ആയിട്ട് പറ്റും. ഇതിനകത്ത് ടൈമായ 15 അവർ എന്ന് പറയുന്നത് x/V1 + x/V2 ആണ്. എക്സ് നമുക്ക് പുറത്തെടുക്കാം. ഇത് 1/V1 + 1/V2. V1-ഉം V2-ഉം നമുക്കറിയാലോ എത്രയാണ്? 21-ഉം 24-ഉം. 1/21
പ്ലസ് 1/24. ഇത് വരിക എക്സ് ഇൻറ്റു 24 പ്ലസ് 21 ഡിവൈഡഡ് ബൈ 21 ഇൻറ്റു 24 അല്ലേ? ഇത് വരിക എക്സ് ഇൻറ്റു ഇത് 5 45 വരും 21 ഇൻറ്റു 24. 3 ഇതിനകത്ത് എത്ര പ്രാവശ്യം പോവും? 15 പ്രാവശ്യം പോവും. 3 ഇതിനകത്ത് 8 പ്രാവശ്യം പോവും. പിന്നെ വീണ്ടും 3 ഇതിനകത്ത് 5 പ്രാവശ്യം പോവും. 3 7 പ്രാവശ്യം പോവും. സോ ഇത് വരിക എക്സ് ഇൻറ്റു 5/7 ഇൻറ്റു 8. അതായത് എക്സ് എന്ന് പറയുന്നത് 15 ഇൻറ്റു 7 ഇൻറ്റു 8 ഹോൾ ഡിവൈഡ് ബൈ 5 എന്ന് വരും. 5 ഇതിനകത്ത് വീണ്ടും 3 പ്രാവശ്യം പോയി. സോ 21 ഇൻറ്റു 8 എന്ന് വരും 168. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 2x ആണ്. സോ 168ൻ്റെ ഇരട്ടി, അതായത് 336. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഇന്ന് തിങ്കളാഴ്ചയാണ്. 61 ദിവസത്തിന് ശേഷം ഏത് ദിവസമായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഇന്ന് തിങ്കളാഴ്ചയാണ്. സോ ഇന്ന് തിങ്കളാഴ്ചയാണേ. ഇനി എപ്പോഴാണ് അടുത്ത തിങ്കളാഴ്ച വരുന്നത്? 1 2 3 4 5 6 7 ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത തിങ്കളാഴ്ച വരുന്നത് അല്ലേ? 7ാമത്തെ ദിവസം സൺഡേയും 7 കഴിഞ്ഞ അടുത്ത ദിവസം ഏത് ദിവസമാണ് വരിക? തിങ്കളാഴ്ചയാണ് വരിക. സോ 7ൻ്റെ മൾട്ടിപ്പിൾ എല്ലാം സൺഡേ ആയിരിക്കും അല്ലേ? 7ൻ്റെ മൾട്ടിപ്പിൾ ഇവിടെ സൺഡേ ആണ്. അപ്പോൾ 7ൻ്റെ മൾട്ടിപ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ 61ാമത്തെ ദിവസത്തിന് ശേഷമാണ് ചോദിച്ചത്. സോ നമുക്ക് 62ാമത്തെ ദിവസം എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മതി. സോ 63ാമത്തെ ദിവസം എന്തായിരിക്കും? എന്തായാലും 9ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ? അതൊരു സൺഡേ ആയിരിക്കും. സോ 62ാമത്തെ ദിവസമാണ് ചോദിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും 62ാമത്തെ ദിവസം ശനിയാഴ്ച ആയിരിക്കും. കാരണം 63ാമത്തെ ദിവസം ഏതാ? ഞായറാഴ്ചയല്ലേ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 61 ദിവസത്തിന് ശേഷം, അതായത് 62ാമത്തെ ദിവസം. 63ാമത്തെ ദിവസം ഞായറാഴ്ചയാണെങ്കിൽ 62ാമത്തെ ദിവസം അതിന് തൊട്ട് മുന്നിലുള്ള ദിവസം ഏതാ? ശനിയാഴ്ചയല്ലേ? അത്രയേ ഉള്ളൂ. ഓക്കെ. അടുത്തത്, കുട്ടികളുടെ ഒരു നിരയിൽ വരിയുടെ ഇടതുവശത്ത് നിന്നുള്ള എയുടെ സ്ഥാനം 27ാമതും. ഒരു വരിയുണ്ട്, എയുടെ സ്ഥാനം ഇവിടെ നിന്ന് 27ാമതാണ്. വലതുവശത്ത് നിന്നുള്ള എയുടെ സ്ഥാനം 34ആണ്. അതായത് ഇവിടെ 26 കുട്ടികളും 27ാമത് എയും, ഇവിടെ 33 കുട്ടികളും 34ാമത് എയും. സോ ടോട്ടൽ എത്ര കുട്ടികളുണ്ട് ഇവിടെ? 26ഉം നമ്മുടെ എയും പിന്നെ 33ഉം. സോ 6ഉം 26 1 27, 27ഉം 33ഉം. സോ 60 കുട്ടികൾ. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, 5:30 ഒരു ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോൺ 5:30 5:30 നമുക്ക് ഇക്വേഷൻ അറിയാം. 30h - 11/2m. 5:30 ഇക്വേഷൻ അല്ല, നമ്മുടെ ക്ലോക്കിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇവിടെ h എന്ന് പറഞ്ഞാൽ 5ഉം m എന്ന് പറഞ്ഞാൽ 30യുമാണ്. അതായത് 30 × 5 - 11/2 × 30. അതായത് ഇത് 150 എന്ന് വരും. ഇവിടെ ഇത് 15 പ്രാവശ്യം പോയി. സോ 15 15 5 6 1 165. അതായത് ഇതിൻ്റെ വാല്യൂ വരിക 15 ഡിഗ്രിയാണ്. -15 വരും. നമുക്കതിൻ്റെ മോഡ് എടുത്താൽ മതി. ഓക്കെ. അല്ലാതെ നമുക്കിതെങ്ങനെ കണ്ടുപിടിക്കാം? 5 മണി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ക്ലോക്ക് ആലോചിച്ച് നോക്കിയേ. ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6. 5:30 അല്ലേ? 5:30 എന്ന് പറയുമ്പോൾ മണിക്കൂർ സൂചി കുറച്ച് ഇങ്ങോട്ടും മിനിറ്റ് സൂചി 6 നേരെ ആയിരിക്കും വരിക. ഈ ഒരു ആംഗിൾ 30 ഡിഗ്രിയാണ് നമുക്കറിയാം. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ ഒരു ആംഗിൾ ഇത് ഇവിടുന്ന് എത്രമാത്രം ഇങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കണം. ആ ആംഗിൾ ഇവിടുന്ന് കുറച്ചാൽ മതി. മണിക്കൂർ സൂചിയുടെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്? 1 മിനിറ്റിൽ 1/2 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ 30 മിനിറ്റിൽ എത്ര ഡിഗ്രി ആയിരിക്കും? 15 ഡിഗ്രി ആയിരിക്കും പോവുക അല്ലേ? അപ്പോൾ ഇത് 15 ഡിഗ്രിയാണേ. സോ നമ്മുടെ ആൻസർ വരിക 30 - 15, അതായത് 15 ഡിഗ്രി. ഇങ്ങനെയും നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന ശ്രേണി പൂരിപ്പിക്കുക. 4 9, 4 കഴിഞ്ഞ് ഒരു 9 വന്നു, പിന്നെ 49, 121, 169. കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ സ്ക്വയേഴ്സാണ്. ഇത് 2ൻ്റെ സ്ക്വയറാണ്, ഇത് 3ൻ്റെ സ്ക്വയറാണ്. പിന്നെ ഒരു നമ്പർ കണ്ടുപിടിക്കണം. 7ൻ്റെ സ്ക്വയറാണ്, ഇത് 11ൻ്റെ സ്ക്വയറാണ്, ഇത് 13ൻ്റെ സ്ക്വയറാണ്. പിന്നെ കണ്ടുപിടിക്കണം. ഈ നമ്പേഴ്സൊക്കെ നോക്കിയേ
ഇതൊക്കെ പ്രൈം നമ്പേഴ്സ് അല്ലേ? 2 കഴിഞ്ഞുള്ള പ്രൈം നമ്പറാണ് 3. അടുത്ത 3 കഴിഞ്ഞുള്ള പ്രൈം നമ്പർ ഏതായിരിക്കും? 5. അതായത് 5ൻ്റെ സ്ക്വയർ 25. ഓക്കെ, അതൊക്കെ. പിന്നെ ഉള്ളത് 11 കഴിഞ്ഞ് 13 കഴിഞ്ഞ് പിന്നെയുള്ള പ്രൈം നമ്പർ ഏതാ? 13 കഴിഞ്ഞിട്ടുള്ള പ്രൈം നമ്പർ നമുക്കിവിടെ ഒന്നാമത്തെ നമ്പർ കിട്ടുമ്പോൾ തന്നെ ആൻസർ കിട്ടി. ഓപ്ഷൻ എ ആണ്. ഓക്കെ, 13 കഴിഞ്ഞാൽ അടുത്ത പ്രൈം നമ്പർ 17. 17ൻ്റെ സ്ക്വയർ എത്രയാണ്? 289. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ. ഈ ശ്രേണിയുടെ അടുത്ത സംഖ്യ ഏത്? ഇത് കുറച്ച് ചിലപ്പോൾ കൺഫ്യൂഷൻ ആക്കിയേക്കാം, എന്നാലും നമുക്ക് നോക്കാം. 1 ഉണ്ട്, 2, 5, 16, 65. സോ 2ന്ന് 5ലേക്ക് എത്താൻ ഞാൻ 2നെ 2 കൊണ്ട് ഗുണിച്ചു, 1 കൂട്ടി, കുഴപ്പമില്ല. 5ന്ന് 16ലേക്ക് എത്താൻ 5നെ 3 കൊണ്ട് ഗുണിച്ചു, 1 കൂട്ടി. 16നെ 65ലേക്ക് എത്താൻ 16നെ 4 കൊണ്ട് ഗുണിച്ചു, 1 കൂട്ടി. അപ്പോൾ ഇതെന്താ? 1 × 1 + 1, അതല്ലേ 2. ഓക്കെ അല്ലേ എല്ലാം? ഇനി എന്തായിരിക്കും? ഇത് നോക്കിക്കേ, 1, 2, 5, 16. ഇതൊക്കെ ഈ നമ്പേഴ്സാണ്. അടുത്ത എത്രയൊക്കെ നമുക്ക് കാണേണ്ടത്? 65 ഗുണിക്കണം. എത്രയാണ് ഗുണിക്കേണ്ട നമ്പർ? എത്രയാ? ഇവിടെ 1, 2, 3, 4. സോ 5 കൂട്ടണം 1. സോ 65 × 5 എന്ന് പറയുന്നത് 325 വരും, +1, അതായത് 326. നമ്മുടെ ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയുടെയും ഏറ്റവും വലിയ സംഖ്യയുടെയും ശരാശരി. ഏറ്റവും വലിയ സംഖ്യ എന്ന് പറഞ്ഞുള്ള വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് ലിമിറ്റ് ഇല്ല, അത് ഏത് സംഖ്യ ആവാം. ഏറ്റവും ചെറിയ മൂന്നക്കം എന്നുള്ളത് കോമൺ ആയിട്ട് എടുക്കാം. ഏറ്റവും ചെറിയ മൂന്നക്കവും പിന്നെ ഏറ്റവും വലിയ മൂന്നക്കവും ഇതിൻ്റെ ശരാശരിയാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? /2. സോ 100 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക നമ്പർ ഏതാ? നമുക്കറിയുന്ന മൂന്നക്ക നമ്പർ ഏതാ? 100 അല്ലേ? 100 കൊണ്ട് 7 ഹരിച്ചു കഴിഞ്ഞാൽ 7, 3, 10, 7, 4, 28. റിമൈൻഡർ 2 വരും. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ റിമൈൻഡർ 2 വരുന്നത്? കംപ്ലീറ്റ്ലി പോവാത്തതുകൊണ്ട്. സോ 100നോട് ഏറ്റവും അടുത്തുള്ള നമ്മുടെ 7ൻ്റെ മൾട്ടിപ്പിൾ ഏതായിരിക്കും? ഈ റിമൈൻഡർ ഇതിൽ നിന്ന് കുറച്ചാൽ മതി, അതായത് 98 ആയിരിക്കും. 98 7ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അടുത്ത 7ൻ്റെ മൾട്ടിപ്പിൾ എത്ര ആയിരിക്കും? 98നോട് കൂടി 7 കൂട്ടുക, അതായത് 105. നമുക്ക് നോക്കിയാലോ 105 7ൻ്റെ മൾട്ടിപ്പിൾ ആണോന്ന്? 35 വരും. 7, 5, 35. സോ നമ്മുടെ ഏറ്റവും ചെറിയ നമ്പർ എത്ര കിട്ടി? നമുക്ക് 105 കിട്ടി. ഇനി വലിയ മൂന്നക്ക നമ്പർ കണ്ടുപിടിക്കണം. നമ്മൾ 999 നമുക്കറിയുന്ന ഏറ്റവും വലിയ മൂന്നക്ക നമ്പർ. അതിനെ 7 കൊണ്ട് ഹരിച്ചു. ഇത് എളുപ്പമാണ് കിട്ടാനേ. ആ റിമൈൻഡർ അതിനകത്ത് കുറച്ചാൽ മതി അല്ലേ? അപ്പോൾ റിമൈൻഡർ എത്ര വന്നു? 5 വന്നു. സോ നമ്മുടെ 7ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 999 നിന്ന് 5 കുറക്കുക. 5 കുറച്ച് കഴിഞ്ഞാൽ 994 എന്ന് കിട്ടും. സോ നമ്മുടെ നമ്പർ 994. ഇതിൻ്റെ ആവറേജ് കണ്ടുപിടിച്ചാൽ മതി. അതായത് 105ഉം 994 1099ൻ്റെ ആ പകുതി കണ്ടുപിടിക്കുക. എളുപ്പമല്ലേ? $549.5, അതായത് ഓപ്ഷൻ സി. അടുത്ത ചോദ്യം നോക്കിയാലോ. 49 സെൻറ്റിമീറ്റർ, 33 സെൻറ്റിമീറ്റർ, 24 സെൻറ്റിമീറ്റർ അളവുകളുള്ള ഒരു ചതുരക്കട്ട. 49, 33, 24. ഓക്കെ, ഒരു ഖര ഇരുമ്പ് കഷ്ണം രൂപപ്പെടുത്തി ഒരു ഗോളം ഉണ്ടാക്കുന്നു. ഇതിനെ ഞാൻ ഒരു ഗോളമാക്കി മാറ്റുന്നു. ഗോളത്തിൻ്റെ ആരം, ഇതിൻ്റെ ആരം, റേഡിയസ് കണ്ടുപിടിക്കണം. ഇതിൻ്റെ വോളിയവും സെയിം ആയിരിക്കില്ലേ? അതാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. ഇതിൻ്റെ വോളിയം എത്രയാണ്? 33 × 49 × 24, അതായത് L × B × H. ഓക്കെ, നമ്മുടെ ഗോളത്തിൻ്റെ വോളിയം എത്രയാണ്? 4/3 πr³. ഇതിനകത്ത് നമുക്ക് എല്ലാം അറിയില്ലേ? 6 മാത്രമല്ലേ കിട്ടാനുള്ളൂ. സോ r³ എന്ന് പറയുന്നത് ഈ 33 × 49 × 24 ഇത് നമുക്ക് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് എടുക്കാം. ഇത് 3/4 വരും. പൈയുടെ വാല്യൂ 22/7, അത് 7 മുകളിലേക്ക് വരും റെസിപ്രോക്കൽ എടുക്കുമ്പോൾ. ഓക്കെ, 11 ഇതിനകത്ത് 3 പ്രാവശ്യം പോവും, 11 ഇതിനകത്ത് 2 പ്രാവശ്യം പോവും. സോ പിന്നെയുള്ളത് 4 ഇതിനകത്ത് 6 പ്രാവശ്യം പോവും,
2 ഇതിനകത്ത് 3 പ്രാവശ്യം പോകും. സോ നമുക്കിത് കിട്ടുക 3 ഇൻറ്റു 49 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 7. അതായത് ഇതിനെ 3 ക്യൂബ് എന്ന് എഴുതാം. 3 3 ഉണ്ടല്ലോ. ഈ 49 എന്ന് പറഞ്ഞാൽ 7 സ്ക്വയർ ആണ്. 7 സ്ക്വയർ ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 7 ക്യൂബ്. സോ നമുക്ക് r എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 3 ക്യൂബ് ഇൻറ്റു 7 ക്യൂബാണ്. അതായത് 3 ഇൻറ്റു 7 അതായത് 21 സെൻറ്റിമീറ്റേഴ്സ്. ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ എ. ദാറ്റ്സ് ഓൾ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്.